4-5 കോടി രൂപയിൽ ഒതുങ്ങുന്ന ഒരു കേസല്ല. അതിന് മാത്രമുള്ള കറപ്ഷനല്ല നടന്നിരിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ ഒരു അഴിമതി നടന്നിരിക്കാവുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പങ്കാളികൾ നിരവധി പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതിന് കാരണം ഇപ്പോൾ എനിക്ക് ഏറ്റവും സംശയമുള്ളത് അവിടുത്തെ വിഗ്രഹത്തെ പോലും നമ്മൾക്ക് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെയുള്ള ഒറിജിനൽ വിഗ്രഹം തന്നെയാണോ അവിടെയുള്ളത് എന്ന് ആരെങ്കിലും ഇപ്പോൾ ഭാഗ്യത്തിന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സാറ് അവിടെ പരിശോധിക്കുന്നു. അദ്ദേഹം വിഗ്രഹം പരിശോധിക്കുന്ന കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതും പരിശോധിക്കേണ്ടതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന അതേ വിഗ്രഹത്തിൻ്റെ അതേ ഛായയിൽ മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കി അവിടെ വെക്കാവുന്നതേ ഉള്ളൂ. ഒരു പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നതിന് ഉള്ള ചിലവ് മാത്രമേ അതിന് വരുന്നുള്ളൂ. അത് ഇപ്പോൾ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2019 വരെ ഉണ്ടായിരുന്നേക്കാളും ഭംഗിയായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു വിഗ്രഹം അവിടെ വെക്കാം. പക്ഷേ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന വിഗ്രഹത്തിന് ആൻറ്റിക് വാല്യൂ മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന, അതായത് ഇതാണ് ഞങ്ങൾ പൂജിച്ചിരുന്ന അയ്യപ്പ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് 5,000-10,000 കോടി രൂപ കൊടുക്കാൻ തയ്യാറുള്ള ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടി പരിശോധിക്കണം. ഈ വിഗ്രഹം കൂടി അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്.